നമസ്കാരം. നാലാമത് നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ രണ്ടാം ദിവസമായ ഇന്ന് ഓറ ടെയിൽസ് പബ്ലിക്കേഷൻസ് പുറത്തിറക്കുന്ന 3 പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ശ്രീ എസ്.കെ. ഹരിനാഥ്, ശ്രീ ആദർശ് വി ജി, ശ്രീമതി മീര നായർ, ശ്രീമതി സിന്ധു, ശ്രീ സലീൻ മാങ്കുഴി, ശ്രീ സുധാകരൻ ചന്തവിള എന്നിവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ദീപു ജയരാമൻ്റെ 4ാമത് മാബു പുരസ്കാരം ലഭിച്ച പഴുത്ത ചക്കയുടെ മണം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ്. പ്രകാശനം ചെയ്യാൻ ശ്രീ എസ്.കെ. ഹരിനാഥിനെയും പുസ്തകം ഏറ്റുവാങ്ങാൻ ശ്രീ ആദർശ് വി ജിയെയും ക്ഷണിക്കുന്നു. അടുത്തതായി സൗമ്യ വിദ്യാധർ രചിച്ച ലിലിത്ത് ഫസ്റ്റ് ഓഫ് വുമൻ പ്രകാശനം ചെയ്യുന്നതിനായി ശ്രീമതി മീര നായരെയും ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി സിന്ധുവിനെയും ക്ഷണിക്കുന്നു. അവസാനമായി അജയ്ദാസ് ചന്തവിളയുടെ മഞ്ഞുനാട്ടിലെ ഒറ്റനൂൽ പട്ടങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ്. പുസ്തകം പ്രകാശനം ചെയ്യാൻ സലീൻ മാങ്കുഴിയെയും ഏറ്റുവാങ്ങാൻ സുധാകരൻ ചന്തവിള, ആദർശ് വി ജി എന്നിവരെയും ക്ഷണിക്കുന്നു. അടുത്തത് ആശംസാ പ്രസംഗങ്ങളാണ്. ആദ്യമായി ശ്രീ എസ്.കെ. ഹരിനാഥിനെ വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിയമസഭാ പുസ്തകമേളയുടെ ഭാഗമായി ഒരു പ്രകാശനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് ദീപുവിനെ ഞാൻ ഇതുവരെ നേരിട്ട് പരിചയപ്പെട്ടിട്ടോ സംസാരിച്ചിട്ടോ ഒന്നുമില്ല. ദീപുവിൻ്റെ പുസ്തകങ്ങളിലൂടെയും കഥകളിലൂടെയുമാണ് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ദീപുവിൻ്റെ സാന്നിധ്യം കൂടെ ഇല്ല. മലയാള ചെറുകഥയിൽ ശക്തമായ സാന്നിധ്യമായി നിൽക്കുന്ന ദീപുവിൻ്റെ ഈ പുതിയ പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതിലുപരി ഓറ ടെയിൽസ് എൻ്റെ മണ്ണെന്ന ചെറുകഥയിലൂടെയാണ് ഓറ ടെയിൽസ് ആദ്യ ചുവട് വയ്ക്കുന്നത്. ഇപ്പോൾ അവർ പുതിയ നല്ല പുസ്തകങ്ങളുമായി മുന്നേറുന്നത് കാണുമ്പോൾ ഒരുപാട് അഭിമാനവും സന്തോഷമുണ്ട്. ഈ പുസ്തകവും നന്നായി വായിക്കപ്പെട്ടെ, ഒരുപാട് വായനക്കാരിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, സ്നേഹം. അടുത്തതായി ശ്രീ ആദർശ് വി ജിയെ ആശംസയ്ക്കായി ക്ഷണിക്കുന്നു. അടുത്തതായി ശ്രീമതി മീര നായരെ ക്ഷണിച്ചോളൂ. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇന്നിവിടെ സൗമ്യയുടെ ബുക്ക് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിൽ. ഞാൻ സൗമ്യയെ മുൻപേ പറഞ്ഞ പോലെ ഞാൻ സൗമ്യ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇന്ന് ഇവിടെ വെച്ചാണ് കാണുന്നത്. പക്ഷെ എന്നാൽ പോലും ഒരുപാട് വർഷങ്ങളായിട്ട് സൗമ്യ അറിയാം എന്നുള്ളൊരു തോന്നലാണ്. അതിൻ്റെ കാരണം സൗമ്യയുടെ എഴുത്താണ്, സൗമ്യയുടെ എഴുത്തിൻ്റെ ശക്തിയാണ്. ഞങ്ങൾ കുറേ കാലമായിട്ട് ഫേസ്ബുക്ക് ഫ്രണ്ട്സാണ്. അപ്പോൾ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ സൗമ്യ വളരെ യാതൊരു കാപട്യവുമില്ലാതെ സ്ത്രീകളെക്കുറിച്ച് സ്വന്തം ജീവിതാനുഭവങ്ങൾ യാതൊരു കാപട്യവുമില്ലാതെ ഒരു അമ്മ എന്ന നിലയ്ക്ക്, ഭാര്യ എന്ന നിലയ്ക്ക്, കാമുകി എന്ന നിലയ്ക്ക് ഇത്തരം അനുഭവങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് എഴുതാറുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ത്രീകൾ സൗമ്യയായിട്ട് കണക്റ്റഡ് ആണ്. സൗമ്യയ്ക്ക് വലിയൊരു ഫാൻ ഫോളോയിങ് ഉണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ കൂടിയാണ് ഞാൻ. സൗമ്യയുടെ ഈ കവിതകൾ എല്ലാം ഞാൻ വായിച്ചിട്ടില്ല, ഏതാനും ചില കവിതകൾ വായിച്ചു. അതിലുമൊക്കെ മെയിനായിട്ട് കാണുന്നത് തന്നെയാണ് സൗമ്യയുടെ ഓണസ്റ്റിയാണ്. സ്ത്രീയുടെ സെക്ഷുവാലിറ്റിയെക്കുറിച്ച്, അവരുടെ ഡിസയേഴ്സിനെ കുറിച്ച് ഒക്കെ വളരെ ഓണസ്റ്റായിട്ട് എഴുതാൻ കഴിയുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്.
നമുക്ക് എല്ലാവർക്കും അറിയാം കവിത ഒരു മാസ് പ്രോഡക്റ്റോ ഒരു വളരെ പോപ്പുലർ പ്രോഡക്റ്റോ ഒന്നുമല്ല. പക്ഷെ കവിതയ്ക്ക് ഹൃദയങ്ങളെ സ്പർശിക്കാനുള്ള ശക്തിയുണ്ട്. സൗമ്യയുടെ കവിതകൾക്കും ആ ശക്തിയുണ്ട്. അപ്പോൾ ഒരുപാട് ഹൃദയങ്ങളെ സൗമ്യയുടെ കവിതകൾക്ക് സ്പർശിക്കാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. അടുത്തതായി പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീമതി സിന്ധുവിനെ ക്ഷണിക്കുന്നു. അടുത്തതായി സലീം മാങ്കുഴി സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഏറ്റുവാങ്ങിയ അല്ലെങ്കിൽ പ്രകാശനം ചെയ്ത പുസ്തകം ഒരു യാത്രാ വിവരണ പുസ്തകമാണ്. ഒരുപക്ഷെ മലയാള സാഹിത്യത്തിൽ ഏറ്റവും അധികം പുറത്തു വരുന്നത് യാത്രാ വിവരണങ്ങളാണ്. യാത്ര ചെയ്യുന്നവരെല്ലാം അതേക്കുറിച്ച് എഴുതാൻ താല്പര്യം കാണിക്കുന്നത് സ്വാഭാവികമാണെങ്കിലും അപൂർവം ചിലർക്ക് മാത്രമാണ് യാത്രാ വിവരണ പുസ്തകങ്ങളെ ഒരു സാഹിത്യ കൃതിയുടെ പ്രൗഢിയോടുകൂടി അവതരിപ്പിക്കാൻ സാധിക്കുന്നത്. ആ കൂട്ടത്തിൽ യാത്രാ വിവരണത്തിൻ്റെ ഘടനയെ സൂക്ഷിച്ചുകൊണ്ട് സാമൂഹ്യ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്ന നോവലുകളും മലയാള സാഹിത്യത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ പ്രകാശനം ചെയ്ത മഞ്ഞുനാട്ടിലെ ഒറ്റനൂൽ പട്ടങ്ങൾ എന്ന അജയദാസ് ചന്തവിളയുടെ പുസ്തകം യഥാർത്ഥത്തിൽ ഒരു യാത്രാ വിവരണം എന്നതിനേക്കാൾ ഉപരി മനുഷ്യരെ കുറേ പേരെ ഒരുമിച്ച് അടുത്തിരുത്തി തിരുവനന്തപുരത്ത് നിന്ന് ജമ്മു വരെ ഒരു ട്രെയിൻ യാത്ര നടത്തുമ്പോഴുണ്ടാവുന്ന സൗഹൃദം പോലെ സുന്ദരമാണ് ഈ പുസ്തകം എന്ന് പറയാൻ പറ്റും. ഇത് കേവലമായ ഒരു യാത്രാ വിവരണ അല്ല, മറിച്ച് യാത്ര ചെയ്യുന്ന മനുഷ്യരുടെ മനസ്സിലേക്ക് കൂടി കടന്നു ചെല്ലുന്ന വിവരണം ഈ എഴുത്തുകാരന് ഈ കൃതിയിലൂടെ പ്രകടിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവരൊരു കൂട്ടം സുഹൃത്തുക്കൾ, റെയിൽവേ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളും ഒപ്പമുള്ള ആളുകളും കൂടി ചേർന്ന് തിരുവനന്തപുരത്ത് നിന്ന് ജമ്മുവിലേക്കൊരു യാത്ര പോവുകയാണ്. സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് നിന്ന് ജമ്മുവിലേക്ക് യാത്ര പോകുമ്പോൾ ഈ ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് തന്നെ 4 മണിക്കുള്ള ട്രെയിനാണെങ്കിൽ ഇവരെല്ലാം ഈ ആവേശം കാരണം 3 മണിക്ക് തന്നെ വന്ന് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഈ യാത്ര ആദ്യമായി ജമ്മുവിൽ പോകുന്ന ഒരാളിൻ്റെ ആവേശം പൂർണ്ണമായിട്ട് അജയദാസിന് ഉൾക്കൊണ്ടുകൊണ്ട് ഇത് അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. 2, ട്രെയിൻ ഇങ്ങനെ കടന്നു പോകുന്ന വഴിയൊക്കെ നമുക്ക് കൂടി കാണിച്ചു തരാനുള്ള എഴുത്തിൻ്റെ ഒരു രീതി ഈ എഴുത്തുകാരനുണ്ട്. അങ്ങനെ പോയി അവിടെ എത്തിയിട്ട് അതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ആ നാട്ടിലെ ഇവർ ഒരു കുതിരക്കാരനെ ചെന്ന് കണ്ടതിന് ശേഷം ഈ കുതിരയുടെ പുറത്ത് കയറിയിരുന്നും അടുത്തു നിന്നുമൊക്കെ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി 50 രൂപയാണ് ചോദിച്ചത്. ഇവരൊക്കെ ചെന്ന് ബാർഗെയിൻ ചെയ്ത പാവപ്പെട്ട ആ ആളിനെ 20 രൂപയ്ക്ക് അനുവദിച്ചു. ഇവർക്ക് 20 രൂപയ്ക്ക് ഒരു ഫോട്ടോ എന്ന നിലയിൽ കൊടുക്കുകയും അവസാനം എല്ലാം കൂടെ കൂട്ടിയപ്പോൾ 220 രൂപയും മറ്റോ വന്നു. പക്ഷേ ഇവർ ചെയ്തത് 500 രൂപയും കൊടുത്തിട്ട് അയാൾ അപ്പോൾ ചിരിച്ച ചിരിയെ അജയദാസ് വർണ്ണിച്ചിരിക്കുന്ന മനോഹരമായ ഭാഷയിലാണ്. അദ്ദേഹത്തെ ഈ വിണ്ടുകീറിയ ചുണ്ട് വിടർന്നപ്പോൾ മഞ്ഞ് പാളികൾ കണ്ടു എന്നൊക്കെ പറഞ്ഞൊരു നോവലിനോട് അഗാധമായ പ്രണയം സൂക്ഷിക്കുന്ന യാത്രാ വിവരണകാരനാണ് അജയദാസ് ചന്തവിള എന്ന് ഉറപ്പായിട്ട് പറയാനും സാധിക്കും. ഒപ്പം തന്നെ ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയ ആളിൽ അടുത്ത വർഷം ഇവിടെയോ അല്ലെങ്കിൽ മറ്റൊരിടത്തോ വെച്ച് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രകാശിപ്പിക്കാൻ പോകുന്ന പുസ്തകം കൂടി ഞാൻ അനൗൺസ് ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു നോവലായിരിക്കുമെന്നുള്ളതിനകത്ത് തർക്കമില്ല. ഇതിനകത്ത് മറ്റൊരു കഥാപാത്രം എന്ന് പറയുന്നത് സാഹിൽ ശർമ്മ. സാഹിൽ ശർമ്മയെയും കുതിരക്കാരനെയും യഥാർത്ഥത്തിൽ ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ ഒരു നോവലിലെ കഥാപാത്രം പോലെ ഒരു പൂർണ്ണ കഥാപാത്രം എന്നുള്ള നിലയിൽ കൂടി ഇദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം അധ്യാപകനായിരുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മലയാള ഭാഷ നന്നായിട്ട് വഴങ്ങും. വളരെ ലളിതമായിട്ട് തെറ്റില്ലാതെ വ്യാകരണ ശുദ്ധിയോടുകൂടി കൊച്ചു പദങ്ങളും ആവശ്യമുള്ള പദങ്ങളും ചിലയിടത്ത് കാടുകയറി ഇദ്ദേഹം ചിലപ്പോൾ നോവലിലേക്കൊക്കെ തലകുത്തി വീഴുന്നുണ്ടെങ്കിലും നല്ല പദങ്ങളും മഞ്ഞുമൊക്കെ മഞ്ഞ് അനുഭവിപ്പിക്കുന്ന ഒരു പുസ്തകമാണിത്. മഞ്ഞിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്. മഞ്ഞെന്ന പേരിൽ വിഖ്യാതമായ കൃതി ഉൾപ്പെടെ നിരവധിയുണ്ട്. പക്ഷെ മഞ്ഞെന്ന് പറയുന്നൊരു അനുഭവം പുസ്തകത്തിലൂടെ വായിച്ച് അനുഭവിക്കാൻ, ചൂടുള്ള ഇടത്തിരുന്ന്
മഞ്ഞിനെക്കുറിച്ചുള്ള പുസ്തകം വായിച്ച് കുളിര് കോരുന്നതിന് അസാധാരണ വൈഭവമുള്ള എഴുത്തുകാരന് മാത്രമേ സാധിക്കൂ. ഇദ്ദേഹത്തിന് അതിനൊക്കെ അനുഭവിപ്പിക്കൽ എന്ന് പറയുന്ന എഴുത്തുകാരന് എളുപ്പത്തിൽ പറ്റാത്ത ഒരു കർമ്മം, ദൗത്യം ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നതിനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അജയദാസിനെ ഈ അടുത്ത കാലത്താണ് ഞാൻ പരിചയപ്പെട്ടത്. നേരത്തെ സംസാരിച്ച രണ്ടുപേരും ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ ആദ്യമായിട്ടുള്ള ഒരു 3-4 തവണ അജയദാസിനെ, അതിന് 2 തവണ കണ്ടിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. അപ്പം 4 എൻ്റെ അവകാശവാദം ഞാൻ തിരിച്ചെടുക്കുകയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അടുത്ത കാലത്ത് പരിചയപ്പെട്ട ഒരാൾ ആണ് അങ്ങനെ ഈ പുസ്തകം ഈ അർത്ഥത്തിൽ പ്രകാശിപ്പിക്കാൻ സാധിച്ചത്. 2, ഈ പുസ്തകം ഇന്നത്തെ കാലത്ത് യാത്രാ വിവരണങ്ങൾക്ക് പണ്ടത്തെ രീതിയിലുള്ള ഒരു പ്രസക്തിയില്ല. കാരണം ഈ ChatGPTയും ഗൂഗിൾ മാപ്പും ഒക്കെ വന്നതിന് ശേഷം ഒരിടത്ത് പോകുന്നതിന് വേണ്ടി നമുക്ക് മൊബൈൽ മാത്രം മതി, യാത്രാ വിവരണ പുസ്തകങ്ങളുടെ ആവശ്യമില്ല. പണ്ടത്തെ കാലത്ത് അതുകൊണ്ട് തന്നെ യാത്രാ വിവരണ പുസ്തകങ്ങൾ വഴികാട്ടി എന്നുള്ള നിലയിൽ കൂടി ഒരു ദൗത്യം നിർവഹിച്ചിരുന്നു. ഇനിയുള്ള കാലത്ത് യാത്രാ വിവരണങ്ങൾക്ക് വഴികാട്ടിയുടെ ദൗത്യം ഏറ്റെടുക്കേണ്ടതില്ല. വഴി കാണിക്കുന്നതിന് വേണ്ടി ഒരു എഴുത്തുകാരൻ മെനക്കെടേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ പിന്നെ എന്താണ് ഒരു യാത്രാ വിവരണക്കാരന് എഴുതാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് അയാളുടെ അനുഭവമാണ്. യാത്രാ വിവരണം എന്ന് പറയുന്ന ഒരു അനുഭവ പുസ്തകമാക്കി മാറ്റുന്ന എഴുത്തിൻ്റെ രീതിയാണ് ഇദ്ദേഹം പിന്തുടർന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പുതിയ കാലത്തെ യാത്രാ വിവരണങ്ങൾക്ക് ഈ ഘടനയാണുള്ളത്. 2, ഞാൻ നിർത്തുകയാണ്, ദീർഘിപ്പിക്കുന്നില്ല. യാത്രാ വിവരണങ്ങൾ എന്ന് പറയുന്ന ഒരു ഫിക്ഷൻ്റെ സ്വഭാവത്തിലേക്ക് മാറുന്ന എഴുത്താണ് പുതിയ കാലത്ത് പലയിടത്തിലുമുള്ളത്. മലയാളത്തിലും പുറമേയുള്ള സാഹിത്യത്തിൽ കൂടുതലും ഒരു ഫിക്ഷനാണോ എന്ന് തോന്നുന്ന തരത്തിൽ എഴുതുന്ന വസ്തുതകളാണ്. അത് കാരണം അനുഭവിപ്പിക്കൽ എന്നുള്ള ദൗത്യം എഴുത്തുകാരൻ ഈ പുതിയ കാലഘട്ടത്തിൽ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ആ പുതിയ യാത്രാ വിവരണത്തിൻ്റെ രീതി വശമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ സ്വമേധയാ അറിഞ്ഞോ അറിയാതെയൊക്കെ തന്നെ ആയിരിക്കാം ഇതിനകത്ത് നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മഞ്ഞുനാട്ടിലെ ഒറ്റനൂൽ പട്ടങ്ങൾ എന്ന ടൈറ്റിൽ പോലും ഒരു ഫിക്ഷൻ്റെ ടൈറ്റിലാണ്. കാശ്മീരിലേക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട്, കാശ്മീർ എന്ന് പറഞ്ഞ് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ, കാശ്മീരിനെ കുറിച്ചിട്ടുള്ള യാത്രാ വിവരണങ്ങൾ സെർച്ച് ചെയ്താൽ ആയിരക്കണക്കിനുണ്ട്. യഥാർത്ഥത്തിൽ കാശ്മീരിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഈ തീവ്രവാദി ആക്രമണം പോലുള്ള പ്രശ്നത്തെക്കാൾ ഉപരി യാത്രാ വിവരണക്കാർ എഴുതി കാശ്മീരിനെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പുസ്തകം അങ്ങനെയൊന്നുമല്ല. ഈ പുസ്തകം വായിച്ചു തീരുമ്പോൾ 100% ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരുന്നു, എത്ര ചൂടത്തിരുന്ന് വായിച്ചാലും ഒരു ചെറിയ കുളിര് തരാനുള്ള പ്രാപ്തി ഇതിലെ അക്ഷരങ്ങൾക്കുണ്ട്. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി സുധാകരൻ ചന്തവിളയെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, എൻ്റെ നാട്ടുകാരൻ കൂടിയായ ശ്രീ അജയദാസ് ചന്തവിളയുടെ 2ാമത്തെ പുസ്തകം ഏറ്റുവാങ്ങിയതിലുള്ള സന്തോഷം ആദ്യമേ പങ്കുവയ്ക്കട്ടെ. അജയദാസിനെ ഞാൻ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ കൂടുതൽ അറിയുന്നത് ഈ അടുത്ത കാലത്താണ്. അദ്ദേഹത്തിൻ്റെ നേർക്കാഴ്ചകളെന്ന കഥകൾ ഞാൻ ഭംഗിയായി വായിച്ചു. ഇതിൻ്റെ പ്രൂഫിൻ്റെ ഘട്ടത്തിൽ തന്നെ ശരിക്ക് വായിക്കുവാൻ എനിക്ക് അവസരമുണ്ടായി. വാസ്തവത്തിൽ ഇവിടെ സലീം മാങ്കുഴി പറഞ്ഞതുപോലെ വളരെ സന്തോഷകരമായി, വളരെ ആസ്വാദ്യകരമായി, അനുഭവസാന്ദ്രമായി വായിച്ചു പോകാൻ കഴിയുന്ന ഒരു പുസ്തകമാണ്. ഒരു സംഘം, ഒരു പക്ഷേ അതിലൊരു ആൾ അജയദാസ് ആയിരുന്നിരിക്കണം. അതുകൊണ്ടാണല്ലോ അജയദാസിനിത് ഹൃദയത്തിൽ തൊട്ട്, അനുഭവത്തെ തൊട്ട് എഴുതുവാൻ കഴിയുന്നത്. 12 അംഗ സംഘം ഹിമസാഗർ എക്സ്പ്രസ്സിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാശ്മീരിലേക്ക് യാത്ര ചെയ്യുന്നു. തിരിച്ച് കേരള എക്സ്പ്രസ്സിൽ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തുന്നു. ഇത് വായിച്ചു കഴിയുമ്പോൾ നമ്മളും ഈ പുസ്തകത്തോടൊപ്പം ഒരു യാത്ര ചെയ്യുകയാണ്. ആ യാത്ര കാഴ്ചകളെക്കുറിച്ച് മാത്രമല്ല, അനുഭവങ്ങളെക്കുറിച്ചാണ്, സംഭവങ്ങളെക്കുറിച്ചാണ്, വസ്തുതകളെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് അജയദാസിന് ഈ പുസ്തകം നമ്മളെ അനുഭവിപ്പിക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ, അജയദാസ് ബേസിക്കലി ഒരു കഥാകൃത്താണ്. ഒരു കഥാകൃത്ത് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു നോവലിസ്റ്റ് എന്ന് പറയുമ്പോൾ, ആ നോവലും കഥയും ഒക്കെ നമ്മളെ അനുഭവിപ്പിക്കാൻ കഴിയുന്നത് അതിൻ്റെ ഇമാജിനേഷൻ കൊണ്ടാണ്, അതിലെ കൽപ്പനകൾ കൊണ്ടാണ്.
ആ കൽപ്പനകൾ പൂർണ്ണമായി കാവ്യാത്മകമാണ്. കഥയ്ക്ക് പുറമേ മനോഹരമായി ലഘു കവിതകളും എഴുതുന്ന ആളാണ് അജയദാസ്. അപ്പോൾ അജയദാസ് ബേസിക്കലി അടിസ്ഥാനപരമായി കവിതയുള്ളയാളാണ്. ആ കവിതയാണ് ഇതിൻ്റെ അനുഭവങ്ങളുടെ, ഇതിൻ്റെ ഭാഷയുടെ, ഇതിൻ്റെ ബോധ്യപ്പെടുത്തലിൻ്റെ, ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് ആവാഹിക്കുന്നതിൻ്റെ ഒരു മാസ്മരികമായ ശക്തി എന്നുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ മനോഹരമായി പറഞ്ഞു പോകുന്ന ഭാഷ, ആ ഭാഷ ഇടതടവില്ലാതെ, തട്ടും തടവുമില്ലാതെ നമ്മെ കേന്ദ്രീകരിക്കുന്ന, നമ്മുടെ മനസ്സിലേക്ക് നേരിട്ട് പ്രവഹിപ്പിക്കുന്ന സാഹിത്യത്തിൻ്റെ ഭാഷ വളരെ പാണ്ഡിത്യത്തിൻ്റെ ഭാഷയല്ലെന്നും അത് ലാളിത്യത്തിൻ്റെ ഭാഷയാണെന്നും യാത്രാവിവരണങ്ങൾക്ക് വിശിഷ്യ ഏറ്റവും അനുപേക്ഷണീയമായ ഭാഷയാണെന്നും അജയദാസ് നമ്മെ ഈ പുസ്തകത്തിലൂടെ അനുഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും വാങ്ങണം, എല്ലാവരും വായിക്കണം. അജയദാസിന് കഥ മാത്രമല്ല, നോവൽ മാത്രമല്ല, കവിത മാത്രമല്ല, കവിത പോലെ തന്നെ യാത്രാ വിവരണം എഴുതുവാൻ അജയദാസിന് കഴിയും. ഇവിടെ സലീം മാങ്കുഴി പറഞ്ഞതുപോലെ എസ് കെ പൊറ്റക്കാടിൻ്റെ യാത്രാവിവരണം മലയാള സാഹിത്യത്തെ അടിമുടി ത്രസിപ്പിച്ചതാണ്. ആ ഒരു ബാലിദ്വീപിനെക്കുറിച്ച് എസ് കെ പൊറ്റക്കാട് എഴുതുമ്പോൾ ആ ബാലിദ്വീപിനെക്കുറിച്ചുള്ള യാത്രാവിവരണം നാം വായിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ ഈ പൊറ്റക്കാട് എഴുതിയതൊക്കെ അതുപോലെയാണോ എന്ന് നാം ഓർക്കും. അല്ലെങ്കിൽ അതൊക്കെ കാണാൻ നമുക്ക് കൗതുകം ഉണ്ടാവും. ഇവിടെ യാത്രാവിവരണത്തെ ഒരു നോവലിൻ്റെ തലത്തിലേക്ക്, ഒരു നീണ്ട കഥയുടെ അല്ലെങ്കിൽ നോവലറ്റിൻ്റെ തലത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു. ഇത് നടന്നതോ നടക്കാത്തതോ എന്നതിനപ്പുറത്ത് നമ്മുടെ ഹൃദയത്തെ ഇതൊരു അനുഭവമായി കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ്. അതിന് അജയദാസിന് കഴിഞ്ഞിരിക്കുന്നു. അത് അജയദാസ് നമ്മുടെ മനസ്സിലേക്ക് ആവർത്തിച്ച് അജയദാസ് വളരുന്നു, അജയദാസ് വലിയ എഴുത്തുകാരനായി തീരുന്നു, അല്ലെങ്കിൽ തീർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന് നമ്മെ നിരന്തരം അറിയിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അജയദാസിന് വീണ്ടും വീണ്ടും എൻ്റെ ഭാഗത്തു നിന്ന് ആശംസകൾ, എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇവിടെ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർവ്വമായ ആശംസകളും നന്ദിയും അർപ്പിക്കുന്നു. ഹ്രസ്വമായ സമയത്തിനുള്ളിൽ ഇത്രയും പറയാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി എഴുത്തുകാരുടെ മറുമൊഴിയാണ്. ആദ്യമായി ലിലിത്ത് ഫസ്റ്റ് ഓഫ് വുമൻ എന്ന പുസ്തകത്തിൻ്റെ എഴുത്തുകാരി സൗമ്യ വിദ്യാധറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. താങ്ക് യു സോ മച്ച്. ഇത് എൻ്റെ സെക്കൻഡ് പുസ്തകമാണ്. എനിക്ക് മലയാളം അധികം സംസാരിക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇംഗ്ലീഷ് കയറി വരുന്നത്. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് മിസ് മീര നായർ. ഇന്ന് ഇവിടെ വന്ന് ആദ്യമായിട്ട് കണ്ടതാണ്, ബട്ട് സ്റ്റിൽ സിൻസ് ഷീ നോസ് മീ ആൻഡ് എൻ്റെ റൈറ്റിങ്സൊക്കെ പരിചയമുണ്ട് എന്ന് പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ ആൻഡ് ഇനോഗ്രേറ്റിംഗ് ദിസ് ബുക്ക് ലോഞ്ച് ആൻഡ് ഫോർ യുവർ വേർഡ്സ് ഓഫ് എൻകറേജ്മെൻറ്റ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ സെക്കൻഡ്ലി സിന്ധു ചേച്ചിയാണ്, my friend, a very dearest friend Anna. Thank you so much for coming here to support me, and to especially my publisher Aura Tales, Shruti, and to this venue. Thank you so much. Lilith ennu parayunnathu ende oru poetry book aanu, a collection of poetry that I have written over the years, maybe about 14 to 15 years എടുത്ത് എഴുതിയ, ചെറുപ്പം തൊട്ടേ എഴുതിയ കുറേ കവിതകളുടെ ഒരു കളക്ഷനാണ്. ഇറ്റ് ഈസ് മെയിൻലി വിമൻ എംപവർമെൻറ്റ് ആൻഡ് very feministic, probably when you read it. So thank you so much Kerala Legislative Book Festival for launching and supporting my book. Thank you. അടുത്തതായി മഞ്ഞുനാട്ടിലെ ഒറ്റനൂൽപ്പട്ടങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ ശ്രീ അജയദാസ് ചന്തവിളയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ. ആദ്യമായിട്ട് ഇങ്ങനൊരു, പ്രത്യേകിച്ച് വേറെ മുഖവരൊന്നുമില്ല, ഈ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ കറക്റ്റ് എൻ്റെ ഒരു 1.5 വർഷത്തെ 18 മാസത്തെ എഴുത്താണ്. ഒരു യാത്ര പോകാൻ വേണ്ടി എഴുതിയല്ല, അവിടെ ചെന്നപ്പോൾ അവിചാരിതമായിട്ട് എഴുതി തുടങ്ങിയാണ്. യാത്രാവിവരണം എസ് കെയുടെ ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ എഴുതണമെന്ന് പോലും അറിഞ്ഞൂടാ, മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ എഴുതി.
എന്നാൽ ഇതിൽ എനിക്ക് ഒരുപാട് സഹായമായിട്ട് മാറി ഒരുപാട് പേരുണ്ട്. അനിൽ സാറ്, രജിമാഷ്, ഷൈജുക്ക, സുധാരൻ സാറ്, ഇതുപോലെ തന്നെ ആദർശ്, ശ്രുതി, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അതിലുപരി അവതാരിക എഴുതിയ ഷിൻലാൽ സാറ്, എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഒരു സങ്കടകരമായ കാര്യം, എൻ്റെ കൂടെ 12 പേരാണ് യാത്രയ്ക്ക് ഉണ്ടായിരുന്നത്. അതിൽ 3-4 പേര് ജോലി സംബന്ധമായിട്ട് വരാൻ പറ്റിയില്ല. ഇതിലുള്ള മെയിൻ കഥാപാത്രം കൃഷ്ണേട്ടൻ ഇപ്പോഴും ജമ്മുവിലാണ്, കാശ്മീരാണ്. ഈ വർഷം പോയിട്ടുണ്ട്, എന്നെ വിളിച്ച് പോകാൻ പറ്റിയില്ല. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എങ്കിലും വളരെയധികം സന്തോഷം. സലൻ സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവരുടെയും സ്നേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി അറിഞ്ഞുകൊണ്ട് സ്നേഹം. ഇവിടെ പുസ്തക പ്രകാശനത്തിനായി എത്തിച്ചേർന്ന എല്ലാവർക്കും ഓറാൾ ടെയിൽസിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.